നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഇന്ന് ലോക കരൾ ദിനമാണ്. കരൾ രോഗങ്ങളെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനായാണ് കരൾ ദിനം ആചരിക്കുന്നത്. ഭക്ഷണമാണ് ഔഷധം എന്നതാണ് ഈ വർഷത്തെ കരൾ രോഗത്തിന്റെ പ്രമേയം. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന ഒരു സാധാരണ അവസ്ഥയാണ് കരളിനെ ബാധിക്കുന്ന ഫാറ്റി ലിവർ രോഗം. കരളിലെ കോശങ്ങളിൽ അധിക കൊഴുപ്പ് അടിഞ്ഞുകൂടിയാണ് ഈ ഫാറ്റി ലിവർ സംഭവിക്കുന്നത്. ഫാറ്റി ലിവർ രോഗം തുടക്കത്തിൽ നിരുപദ്രവമാണെന്ന് തോന്നുമെങ്കിലും ചികിത്സിച്ചില്ലെങ്കിൽ ഗുരുതരവും ജീവന ഭീഷണിയുമായ ഒരു അവസ്ഥയായ ലിവർ സിറോസിസ് ഉൾപ്പെടെയുള്ള കൂടുതൽ ഗുരുതരമായ രൂപങ്ങളിലേക്ക് ഇത് മാറും. ഇന്ന് ഹലോ ഡോക്ടറിൽ സംസാരിക്കുന്നത് ഫാറ്റി ലിവറിനെയും അത് ലിവർ സിറോസിസായി മാറുന്നതിനെയും ഒക്കെ പറ്റിയാണ്. ഈ വിഷയത്തിൽ സംസാരിക്കാൻ കണ്ണൂർ കിംസ് ശ്രീചന്ദ് ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ ഗൗരവ് ശിരീഷ് ചേരുകയാണ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ, ഇന്ന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇന്ന് ലോക കരൾ ദിനമാണല്ലോ. ഈ ഒരു ദിവസത്തിന്റെ ഒരു പ്രാധാന്യം എന്താണ്? നമ്മുടെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ, അതായത് ഒരുപാട് പേർക്ക് കരളിനെ സംബന്ധിച്ച അസുഖങ്ങളുണ്ട് ഇന്ന്. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ദിവസത്തിന്റെ പ്രാധാന്യം എന്താണ്? അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്? ഇന്നത്തെ വേൾഡ് ലിവർ ഡേന് നമ്മുടെ എല്ലാ കൺട്രീസിലും ലിവറിന്റെ ഒരു ഇമ്പോർട്ടൻസ്, നമ്മുടെ ലിവറിന്റെ മെറ്റബോളിസം, പിന്നെ ലിവറിന്റെ ഡീടോക്സിഫിക്കേഷൻ, പിന്നെ വേറെ കുറെ ലിവറിന്റെ ഫങ്ഷൻസ് അതായതുകൊണ്ട് ഇന്ന് ഈ ലിവറിന്റെ ഡേ നമുക്ക് ഒരു ജനറൽ പബ്ലിക് അവയർനെസ് വേണ്ടി ഇത് ലിവർ ഡേ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലാക്കണം. നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലും പിന്നെ ഇപ്പോഴത്തെ ഈ ഫാസ്റ്റ് ലൈഫിൽ നമ്മുടെ കുറെ ആൾക്കാർ കുറെ ഹൈ കാലറി പിന്നെ ഹൈ ന്യൂട്രീഷ്യസ് ഡയറ്റ് ഒക്കെ കഴിക്കുന്നുണ്ട്. അതേപോലെ എക്സസൈസ് കുറവാണ്, സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ഉണ്ട്. അതുകൊണ്ട് ഈ കുറെ എക്സ്ട്രാ കാലറീസ് നമ്മൾ കഴിക്കുന്നത് ഇപ്പോഴത്തെ ഒരു 10-20 കൊല്ലമായിട്ട് കുറെ ആൾക്കാർ ഇങ്ങനെ എക്സ്ട്രാ കാലറീസ് കഴിക്കുന്നു. അപ്പോ ഒബേസിറ്റി, ഡയബറ്റീസും പിന്നെ ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ ആയതുകൊണ്ട് അത് എല്ലാ എക്സ്ട്രാ കാലറീസ് ഒക്കെ ലിവറിൽ ഫാറ്റായി നമ്മൾ സ്റ്റോർ ആവുന്നുണ്ട് ലിവറിൽ. ഈ എക്സ്ട്രാ ഫാറ്റ് ലിവറിൽ കുറെ കാലം ഈ കുടുങ്ങി നിൽക്കും. അപ്പോൾ ഈ ലിവർ ഫാറ്റ് കുറെ വർഷങ്ങളായി ലിവറിൽ അടഞ്ഞു കഴിഞ്ഞാൽ അത് ചെറുങ്ങനെ ലിവറിന്റെ പ്രവർത്തനം കുറയാൻ തുടങ്ങും. ലിവറിന്റെ ഒരു ഫൈബ്രോസിസ് തുടങ്ങും. ഒരു ഫാറ്റി ലിവറിന്റെ ഒരു വീക്കം വന്നിട്ട് അത് ഒരു ഹാർഡ്നെസ് ആയി വരും, അത് മാറ്റി വരും. ഹാർഡ്നെസ് തുടങ്ങിയ ശേഷം പിന്നെ സിറോസിന്റെ തുടക്കം ഉണ്ടാവും. അപ്പോ ഇത് ഒരു 10 to 15 ഇയേഴ്സിൽ ഇങ്ങനെ ചേഞ്ചസ് വരണം. അപ്പോ ഫസ്റ്റ് തന്നെ നമ്മുടെ ഭക്ഷണം ഒരു കൺട്രോൾ ചെയ്താൽ, പിന്നെ ഒരു ആക്റ്റീവ് ഹാർഡ് വർക്കിംഗ് ലൈഫ് സ്റ്റൈൽ ഒരു ഇങ്ങനെ ചെയ്താൽ, ഒരു എക്സസൈസ് നന്നായി എക്സസൈസ് ചെയ്താലും ഈ ലിവറിൽ ഫാറ്റ് നമുക്ക് കുറക്കാൻ പറ്റും, പിന്നെ ലിവറിന്റെ നീര് കുറക്കാൻ പറ്റും. അതേപോലെ ഒരു ഹെൽത്തി ലൈഫ് ലോങ് ഒരു ഹെൽത്തി ലിവർ ഉണ്ടാവും. അപ്പോ അത് ഇന്നത്തെ ഇമ്പോർട്ടൻസ് ആണ്. ഇന്നത്തെ വേൾഡ് ലിവർ ഡേയുടെ ഒരു ഇമ്പോർട്ടൻസ് ആണ്. പിന്നെ ഫുഡ് ഈസ് മെഡിസിൻ, that is the catch line for today. So we have to eat healthy food. With that we have to have a good moderate physical exercise daily, and that is the mantra for healthy living. ഓക്കെ ഡോക്ടർ, നമുക്ക് ഡോക്ടർ പറഞ്ഞതുപോലെ ഫാറ്റി ലിവർ, ഇപ്പം ചുറ്റുമുള്ള ആരെ നോക്കിയാലും അവർക്ക് ഫാറ്റി ലിവറിന്റെ പ്രശ്നമുണ്ട് എന്ന് പറയുന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ. എന്താണ് ഫാറ്റി ലിവർ എന്നൊന്ന് വിശദീകരിക്കാമോ? ഡീറ്റെയിൽ ആയി ഒന്ന് പറയാമോ? ഈ നമുക്ക് ഫുഡിൽ കഴിക്കുന്ന ഭക്ഷണം അത് എക്സ്ട്രാ കാലറീസ് ലിവറിൽ ഫാറ്റായി മാറും. പിന്നെ അത് അടഞ്ഞു നിൽക്കും, ലിവറിൽ ഒരു സ്റ്റോർ ആവും. ആ സ്റ്റോറായ ലിവർ ഫാറ്റ് കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഒരു ലിവറിന് നീര് വരാൻ തുടങ്ങും. അപ്പോൾ SGPT അങ്ങനെ ഒരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, അത് കൂടാൻ തുടങ്ങും. അതിനുശേഷം ലിവർ നീര് വന്ന ശേഷം ഒരു ഹാർഡ്നെസ് വരാൻ തുടങ്ങും. അത് ലിവർ സിറോസിസ് ആയി മാറും. അപ്പോൾ ലിവർ സിറോസിസ് വന്നു കഴിഞ്ഞാൽ കുറെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. ഇപ്പോൾ ബ്ലഡ് ഛർദി വരാൻ ചാൻസ് ഉണ്ട്, പിന്നെ കാലിന്റെ നീര്, വയറിന്റെ നീര്, മഞ്ഞപ്പിത്തം വരാൻ ചാൻസ് ഉണ്ട്. ആളുടെ ലൈഫ് കുറച്ച് ഒരു മോശമായി പോകും, ഹെൽത്ത് മോശമായി പോകും. ഇതൊക്കെ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്.
ഡോക്ടർ, ഈ ഫാറ്റി ലിവർ രോഗത്തിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് എന്താണ്? മുൻപൊക്കെ നമ്മൾ കുറച്ച് മദ്യപിക്കുന്നവരിലൊക്കെ മാത്രമാണ് ഈ ഒരു ഫാറ്റി ലിവർ എന്നുള്ള പ്രശ്നം പറഞ്ഞു കേട്ടിരുന്നത്. ഇപ്പോൾ എല്ലാവരിലും ഈ ഒരു പ്രശ്നമുണ്ട്. ഇതിൻ്റെ പ്രധാന കാരണം എന്താണ്? നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറ്റം കൊണ്ട് മാത്രമാണോ അസുഖം വരുന്നത്? അതെ, ഒരു ലൈഫ് സ്റ്റൈലും പിന്നെ ഭക്ഷണത്തിന്റെ രീതി. ഇപ്പോഴത്തെ ഭക്ഷണത്തിന്റെ രീതി നിങ്ങൾ നോക്കിയാൽ കുറെ ആൾക്കാർ വീക്ക്ലി ട്വൈസും ത്രൈസ് ഒക്കെ ബിരിയാണി നെയ്ച്ചോറ് കഴിക്കുന്നുണ്ട്. പിന്നെ ഡെയിലി പരോട്ട കഴിക്കുന്ന ആൾക്കാരുണ്ടാവും. കുബൂസും പൊറോട്ട, പിന്നെ പിസ്സ, ബർഗർ, ഫാസ്റ്റ് ഫുഡ് ഒക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോ ഈ ഫാസ്റ്റ് ഫുഡ് എന്തായാലും നമ്മുടെ ബോഡി ഒരു ഡിസീസ് ഉണ്ടാക്കുന്നത്. ഈ ഫാസ്റ്റ് ഫുഡും പിന്നെ എക്സസൈസ് ഇല്ലാത്ത ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ട്. അത് നമുക്ക് ഹെൽത്തിനെ ബാധിക്കുന്നുണ്ട്. അപ്പോ വി ഹാവ് ടു ടേക്ക് കെയർ ഓഫ് അവർ ഡയറ്ററി ഹാബിറ്റ്സ് ആസ് വെൽ ആസ് അവർ ലൈഫ് സ്റ്റൈൽ. സോ ദാറ്റ് വിൽ ബി വെരി യൂസ്ഫുൾ ഫോർ അവർ ഹെൽത്തി ലിവർ. അതുപോലെ ഫാറ്റി ലിവറിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ? നമുക്ക് സ്വയം മനസ്സിലാക്കാൻ സാധിക്കുമോ ഫാറ്റി ലിവറിന്റെ ലക്ഷണങ്ങളാണ് എന്നൊക്കെ? ഈ അസുഖന്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗമാണ് അത്. അസുഖത്തിന്റെ സിംറ്റംസ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ആൾക്കാർ നോർമലായി ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും, അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഈ ഫാറ്റി ലിവറിന്റെ സിംറ്റംസ് ഇല്ലാത്തതുകൊണ്ട് ആൾക്കാർ ഈ മനസ്സിലാവില്ല, അവർക്ക് ഫാറ്റി ലിവർ ഉണ്ടെന്ന് മനസ്സിലാവില്ല. അപ്പോ ഈ അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്താൽ മാത്രം നമുക്ക് ലിവറിൽ ഫാറ്റ് മനസ്സിലാവും. അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്ത ശേഷം ആൾക്കാർ ഫാറ്റി ലിവർ ഉണ്ടെന്ന് മനസ്സിലാവും. അപ്പൊ ആ സമയത്തും അവർക്ക് അത്ര സീരിയസ്നെസ് ഉണ്ടാവില്ല. കാരണം വെച്ചാൽ അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, ഡെയിലി ലൈഫിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അവർക്ക് നോർമൽ ലൈഫ് ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും. നോർമലായിട്ട് ഇത് എല്ലാ വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ അത് സീരിയസ്നെസ് മനസ്സിലാക്കണം. ഈ അസുഖന്റെ സീരിയസ്നെസ് എന്താണെന്ന് വെച്ചാൽ ഇതൊരു സൈലന്റ് കില്ലർ പോലെ. കുറെ വർഷങ്ങൾ ഫാറ്റി ലിവറുള്ള ആൾക്കാർക്ക് ഒരു 50s, ഒരു ഫിഫ്ത്ത് ഡിക്കേഡ്, 50s 60s സിറോസിസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോ ആ സമയത്ത് അവർ ഹെൽത്ത് കേടാവും. അതാണ്. അപ്പോ ഇപ്പത്തെ ഒരു സിംറ്റംലെസ് സൈലന്റ് കില്ലർ ഡിസീസ് ഇത് ഫാറ്റി ലിവർ ആണ്. ഓക്കെ ഡോക്ടർ, ഈ ഫാറ്റി ലിവറിൽ നിന്ന് സിറോസിസിലേക്കുള്ള ഒരു വഴി എങ്ങനെയാണ്? ഈ ഫാറ്റി ലിവറുള്ള ഒരാളുടെ അവസ്ഥ എങ്ങനെയാണ് ലിവർ സിറോസിസിലേക്ക് മാറുക? ഫാറ്റി ലിവർ ഉള്ള ആൾക്കാർ അതേപോലെ ലൈഫ് സ്റ്റൈൽ ജീവിച്ചാൽ, അവർ അതേപോലെ ഭക്ഷണം കഴിച്ചാൽ, പിന്നെ എക്സസൈസ് കുറവുണ്ടെങ്കിൽ അത് ലിവർ സിറോസിസ് ആയി മാറും. ഒരു 10-20 വർഷം വേണം ലിവർ സിറോസിസ് ആയി മാറാൻ വേണ്ടിയിട്ട്. പക്ഷെ കുറച്ച് ആൾക്കാർ, ഷുഗർ ഉള്ള ആൾക്കാരും പിന്നെ തടിച്ച ആൾക്കാർ, അവർ പെട്ടെന്ന് സിറോസിസിലേക്ക് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോ സിറോസിസിലേക്ക് മാറുന്നുണ്ടോ ഇല്ലോ നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് പുതിയ സ്കാൻസ് ഇപ്പോ ലഭ്യമുണ്ട്. ഒരു സ്കാനിന്റെ പേര് ഫൈബ്രോ സ്കാൻ അങ്ങനെ പറയുന്നത്. ആ ഫൈബ്രോ സ്കാൻ ഒരു സാധാ അൾട്രാസൗണ്ട് പോലെ ഒരു മെഷീൻ ഉണ്ടാവും. പിന്നെ അൾട്രാസൗണ്ട് സ്കാനിങ് പോലെ ചെയ്യുന്ന ഒരു പ്രോബ് ഉണ്ടാവും. അത് നമ്മുടെ ലിവറിന്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ലിവർ എത്രത്തോളം ഫാറ്റ് ഉണ്ട് ലിവറിൽ, എത്രത്തോളം ലിവർ ഹാർഡ്നെസ് ഉണ്ട്, സ്റ്റിഫ്നെസ് ഉണ്ട്, അത് നമുക്ക് മനസ്സിലാവും. അപ്പോ ലിവർ സിറോസിസ് തുടങ്ങിയിട്ടുണ്ടോ ഇല്ലോ നമുക്ക് ആ സ്കാൻ കൊണ്ട് മനസ്സിലാവും. പണ്ടൊക്കെ ലിവർ ബയോപ്സി ചെയ്തിട്ട് മാത്രം നമുക്ക് ലിവർ സിറോസിസ് ഉണ്ടോ ഇല്ലോ നമുക്ക് അതിന്റെ ആ വഴി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ ഈ പുതിയ മെഷീൻ ഫൈബ്രോ സ്കാനിങ് ആയതുകൊണ്ട് നമുക്ക് കുത്താണ്ട് വിതൗട്ട് എനി ഇൻവേസീവ് ടെസ്റ്റ് ഇത് കണ്ടുപിടിക്കാൻ പറ്റും ലിവർ സിറോസിസ് തുടങ്ങിയിട്ടുണ്ടോ ഇല്ലെന്ന്. അതനുസരിച്ചിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് തുടങ്ങിയാൽ പിന്നെ പേഷ്യന്റ് നോർമൽ ഉണ്ടോ. ഡോക്ടർ, ഫാറ്റി ലിവറും സിറോസിസും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ്? ഈ സിറോസിസിലേക്ക് മാറുമ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടാവുക? ഫാറ്റി ലിവർ സിറോസിസിലേക്ക് മാറുന്ന സമയത്തും ലിവറിൽ ഫൈബ്രസ് സ്ട്രാൻഡ്സ് ഉണ്ടാവും. നമ്മുടെ ബോഡിയിൽ കൊളാജൻ അങ്ങനെ ഒരു പ്രോട്ടീൻ ഉണ്ടാവും. അപ്പോൾ ആ പ്രോട്ടീൻ ലിവറിൽ കൂടി കഴിഞ്ഞാൽ ലിവർ ഒരു കട്ടി പോലെയാവും, ഒരു ഹാർഡ് പോലെയാവും. ആ സമയത്തും ലിവറിന്റെ പ്രവർത്തനം കുറയാൻ തുടങ്ങും, ചെറുങ്ങനെ കുറയാൻ തുടങ്ങും. അപ്പോ 30, 50, 70% ലിവർ പോയി കഴിഞ്ഞാൽ മാത്രം നമുക്ക് ലിവറിന്റെ അസുഖം ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. ഈ കാല് നീര് വരാൻ തുടങ്ങും, വയറിന്റെ നീര് വരാൻ തുടങ്ങും, ശ്വാസമുട്ടലുണ്ടാവും, ഒരു ഉന്മേഷം ഉണ്ടാവില്ല, ഒരു ആൾക്കാർ ഇങ്ങനെ ഒരു ഡല്ല് ആൾക്കാരുണ്ടാവും. അപ്പോ പിന്നെ ഒരു ജനറലൈസ്ഡ് വീക്ക്നെസ്, അതുപോലെ പിന്നെ ഒരു
ഈസി ഫെറ്റിഗിലിബിലിറ്റി അതൊക്കെ വരാൻ തുടങ്ങും. ആ സമയത്ത് നമുക്ക് ലിവർ സിറോസിസ് ഉണ്ടെന്ന് മനസ്സിലാവുന്നത്. പക്ഷെ ഓൾറെഡി ലിവർ ഒരു 80% ഓൾറെഡി കേടായിട്ടുണ്ടാവും. ഒരു 20% ലിവർ മാത്രം വർക്കിംഗ് ഉണ്ടാവും ആ സമയത്ത്. ഓക്കെ, ഈ ഫാറ്റി ലിവറിനുള്ള ചികിത്സ എന്തൊക്കെയാണ് ഡോക്ടർ? നമുക്ക് എത്ര കാലം മരുന്ന് കഴിക്കേണ്ടി വരും? അതേപോലെ ഈ നമ്മുടെ ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആക്കിയാൽ ഈ ഫാറ്റി ലിവർ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും? ഇത് ഫാറ്റി ലിവറിന്റെ ഫസ്റ്റ് ഫോർമോസ്റ്റ് ട്രീറ്റ്മെന്റ് ആണ് ഡയറ്ററി മോഡിഫിക്കേഷൻ. ഈ കൊഴുപ്പുള്ള ഭക്ഷണമൊക്കെ ഒഴിവാക്കണം, ഹൈ കാലറി ഡയറ്റ് ഒക്കെ ഒഴിവാക്കണം. അപ്പോ ബിരിയാണി, നെയ്ച്ചോറ് കുറക്കണം, പൊറോട്ട, കുബൂസും പിസ്സ, ബർഗർ കുറക്കണം, എണ്ണ പൊരിച്ചത് ഒക്കെ ഒഴിവാക്കണം, എണ്ണക്കടി, മീൻ പൊരിച്ചത്, പിന്നെ ഹൈ കാലറി ഹൈ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ് നമ്മുടെ ഡയറ്റിൽ കുറച്ചിട്ട് സാലഡ് പിന്നെ ഇലക്കറി, പച്ചക്കറിയൊക്കെ കൂട്ടണം. അപ്പോൾ ഇലക്കറി, പച്ചക്കറി കൂട്ടിയ ശേഷം നമുക്ക് ബോഡിയിൽ ഒരു ഫില്ലിംഗ് ഉണ്ടാവും. ഭക്ഷണം കഴിച്ചിട്ട് ശേഷം ഒരു ഫില്ലിംഗ്, അങ്ങനെ ഒരു വയറ് നിറഞ്ഞ പോലെ തോന്നും. പിന്നെ ചോറ് കുറക്കണം. നമ്മുടെ പ്ലേറ്റില് മൂന്ന് ഭാഗം പച്ചക്കറി, ഒരു ഭാഗം മാത്രം ചോറ്. അതുപോലെ ഒരു ലൈഫ് സ്റ്റൈൽ നമുക്ക് ചെയ്യേണ്ടി വരും. അത് ചെയ്താൽ കാലറി കൗണ്ട് കുറയും. കാലറി കൗണ്ട് കുറഞ്ഞാൽ നമ്മുടെ എക്സ്ട്രാ കാലറീസ് ഉണ്ടാവില്ല. അതേപോലെ വെയിറ്റ് ലോസ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആൾക്കാർ എക്സസൈസ് ചെയ്തിട്ട് വെയിറ്റ് കുറക്കണം. വെയിറ്റ് കുറച്ചാൽ ഈ ലിവറിന്റെ ഫാറ്റും കുറയും. ലിവറിന്റെ ഫാറ്റ് കുറഞ്ഞാൽ ലിവറിന്റെ നീരും കുറയാൻ തുടങ്ങും, പിന്നെ ലിവറിന്റെ വീക്കം കുറയാൻ തുടങ്ങും. അപ്പോ ലിവർ സിറോസിസിലേക്ക് മാറാൻ ചാൻസ് കുറയും. പിന്നെ ഉള്ളത് മെഡിസിൻസ് ആണ്. അപ്പോ ഫാറ്റി ലിവറിൽ പല ഈ സയന്റിസ്റ്റ്മാരും പിന്നെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് പുതിയ മെഡിസിൻസ് അത് ട്രൈ ചെയ്യുന്നുണ്ട് ഈ ഫാറ്റി ലിവർക്ക് വേണ്ടി. അപ്പോ വിറ്റാമിൻ ഇ അത് ഒരു നല്ല മെഡിസിൻ ആണ് ഫാറ്റി ലിവർക്ക്. പിന്നെ അർസോഡിയോക്സികോലിക് ആസിഡ് അങ്ങനെ പറയുന്നത്, ആ മെഡിസിനും ഈ ഫാറ്റി ലിവറിന്റെ പ്രോഗ്രഷൻ കുറക്കാൻ സഹായിക്കും. പിന്നെ ഒരു സാരോഗ്ലിറ്റാസാർ, അത് മരുന്നിന്റെ പേരാണ്. അതും ഫാറ്റി ലിവറിൽ ഹെൽപ്ഫുൾ ആണ്. പിന്നെ ഇപ്പോ ഒരു പുതിയ മെഡിസിൻ US വന്നിട്ടുണ്ട്, അമേരിക്കയിൽ. അത് ഒരു 2-3 മാസത്തിൽ ഇന്ത്യയിൽ വരുന്നത്. അതിന്റെ പേര് റെസ്മെറ്റിറോം അങ്ങനെ പറയാം, ആ മെഡിസിന്റെ പേര്. ആ മെഡിസിൻ FDA അപ്രൂവ്ഡ് ആണ് ഫാറ്റി ലിവർ പിന്നെ നോൺ ആൽക്കോഹോളിക് ഫാറ്റി ലിവർ ഡിസീസിന് വേണ്ടി. അപ്പോ ഇതൊക്കെ മെഡിസിൻസും പിന്നെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, ഡയറ്ററി മോഡിഫിക്കേഷൻ ചെയ്താലും ഫാറ്റി ലിവറിൽ അസുഖം നമുക്ക് കുറക്കാൻ പറ്റും. അതേപോലെ ഷുഗർ കൺട്രോൾ ആണ്. ആൾക്കാർക്ക് ഷുഗർ കൺട്രോൾ ഇല്ലാത്ത ആൾക്കാർക്ക് ഈ ഫാറ്റി ലിവർ കുറച്ച് കൂടുതൽ നമുക്ക് കണ്ടുപിടിക്കുന്നത്. പിന്നെ ബ്ലഡിൽ കൊളസ്ട്രോളും പിന്നെ ട്രൈഗ്ലിസറൈഡ്സ് ഈ ബ്ലഡിൽ കൊളസ്ട്രോളിന്റെ ഒരു ടൈപ്പാണ് ട്രൈഗ്ലിസറൈഡ്സ്. അപ്പോൾ ആ ട്രൈഗ്ലിസറൈഡ്സ് അധികമുള്ള സമയത്തും ഈ ഫാറ്റി ലിവർ വരുന്നത്. അപ്പോൾ അതും അതിന്റെ മെഡിസിൻസ്, ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കേണ്ടി വരും. ട്രൈഗ്ലിസറൈഡ്സ് കുറക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഷുഗർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് മെഡിസിൻസ് എടുക്കേണ്ടി വരും. ഈ ലിവർ സിറോസിസ് വന്നു കഴിഞ്ഞാൽ അത് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുമോ ഡോക്ടർ? പൂർണ്ണമായും മാറ്റാൻ സാധിക്കുമോ? ലിവർ സിറോസിസ് വന്നു കഴിഞ്ഞാൽ അത് പൂർണ്ണമായി മാറില്ല. അത് ലിവർ സിറോസിസിന്റെ കോംപ്ലിക്കേഷൻസും സിംറ്റംസും നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ലിവർ സിറോസിസ് ഒരു വന്നു കഴിഞ്ഞാൽ അത് പ്രോഗ്രസീവ് ഒരു സ്റ്റേജ് ആണ്. അത് പ്രോഗ്രസ് ആയിക്കൊണ്ടിരിക്കും. അപ്പോ ഈ പേഷ്യന്റിന് ലിവർ സിറോസിസ് വന്നതിന് ശേഷം ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ അസുഖം കൂടി വരും. അപ്പോ ലാസ്റ്റ് ഒരു സ്റ്റേജ്, ഒരു ഇങ്ങനത്തെ സ്റ്റേജ് ഉണ്ടാവും. അപ്പോ മെഡിസിൻസ് വർക്കൊന്നും ആവില്ല. പിന്നെ നമ്മുടെ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ വേണ്ടി വരും. ആ സ്റ്റേജ് അത് വരും ലിവർ സിറോസിസിന്റെ ആൾക്കാർക്ക്. അപ്പോ ആ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ഏത് സ്റ്റേജ് വരും, ആ സ്റ്റേജിൽ നമുക്ക് ലിവർ മാറ്റേണ്ടി വരും, ഇല്ലെങ്കിൽ മെഡിസിൻ കൊണ്ട് ആവില്ല. ഓക്കെ ഡോക്ടർ, നമ്മുടെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഈ കരൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ആളുകളോട് എന്താണ് പറയാനുള്ളത്? എന്ത് ഉപദേശമാണ് നൽകാനുള്ളത്? എല്ലാവർക്കും ഫോർ എ ഹെൽത്തി ലിവർ we have to have a healthy lifestyle. We have to have a low calorie, high
high protein and high salad diet, as well as we have to exercise regularly so that everybody has a healthy liver and they live a long healthy life. ഓക്കെ ഡോക്ടർ, നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. ഒരുപാട് നന്ദി ഹലോ ഡോക്ടറിൽ അതിഥിയായി എത്തിയതിന്. Thank you. ഹലോ ഡോക്ടറുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും കാണാം. നമസ്കാരം.